കാലത്തെ കുറച്ചധികം വെറൈറ്റി ന്യൂസുകളുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ മൂന്നോ ന്യൂസ് ഞാനിപ്പോൾ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് ചുമ്മാ നോക്കാം. അടിപൊളി ന്യൂസുകളാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ടില്ല, അതാണ് ഫസ്റ്റ് ന്യൂസ്. മതിപ്പ് നേടാൻ വാഹനാപകടം സൃഷ്ടിച്ച ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പത്തനംതിട്ടയിലെത്തി. രക്ഷകനായ എത്തിയ യുവാവും അപകടമുണ്ടാക്കിയ സുഹൃത്തും അറസ്റ്റിലായി. ഒന്നാം പ്രതി കോന്നി മാമൂട് സ്വദേശി രഞ്ജിത് രാജൻ, രണ്ടാം പ്രതി കോന്നി പൈനാമൺ സ്വദേശി അജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. വാഹനാപകട കേസ് എന്നത് മാറ്റി നരഹത്യാശ്രമത്തിലുള്ള കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡിസംബർ 23 വൈകിട്ട് സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ പത്തനംതിട്ടയ്ക്കടുത്ത് വാഴമുട്ടം ഈസ്റ്റിൽ വെച്ച് അജാസ് കാറിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ശേഷം നിർത്താതെ പോയി. ഉടൻ മറ്റൊരു കാർ സ്ഥലത്തെത്തിയ രഞ്ജിത്ത് ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയും യുവതിയെ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. യുവതിയെ അജാസ് പിന്തുടരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. നല്ല ന്യൂസ് അല്ലേ? ഇത്ര നല്ല കൂട്ടുകാരനെ അവിടെ കിട്ടും. അതായത് ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവരൊരു പ്രണയത്തിലാണ്. അപ്പോൾ വീട്ടുകാരൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനെ സഹായം പിടിച്ച് പോയതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ പണ്ട് വന്ദനം സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ സീൻ കണ്ടിട്ടുണ്ടോ? ഈ സീന് സത്യം എനിക്ക് ഓർമ്മ വന്നത്. ഇതാണ് കാണിക്ക, ഇതാണ് ഇപ്പൊ ഇവന്റെ കൂടെ അറസ്റ്റിലായ കൂട്ടുകാരൻ. ഇതുപോലെ കൊടുത്ത് ഈ സിനിമയിലുണ്ട് ഒരു മാല പൊട്ടിച്ചിട്ട് ഓടുന്നത്, ഓടി അവസാനം മുകേഷിന് കിട്ടിയുള്ളൂ. ഇതേ അവസ്ഥ ഇവന്റെ കൂട്ടുകാരന് ഇപ്പോൾ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട് കേസ്. എന്നാലും എന്താ അവസ്ഥ ആലോചിച്ച് നോക്കി. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല കല്യാണം കഴിക്കാനായിരിക്കുമല്ലോ ഉറപ്പായിട്ടും ഈ കാമുകിയുടെ വീട്ടുകാർ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയത്. ഇപ്പോൾ വല്ലാത്ത ഇമ്പ്രഷനായി പോയി. ഇമ്പ്രസ്ഡ് ആയിട്ട് വീട്ടുകാർ ആകെ ഇപ്പോൾ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയും ഈ ചങ്ങായി, അതായത് ഫോട്ടോ കാണിച്ചു കേട്ടോ, ഇവന്മാർ രണ്ടുപേരും ഫോട്ടോ ഇതൊക്കെയാണ്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും പെട്ടിട്ടുണ്ട്. അതായത് ഈ ഇപ്പുറത്ത് നിൽക്കുന്നവനാണ് ആള്, മറ്റത് പാവം കൂട്ടുകാരൻ. അവൻ്റെ വിധിയാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ്റെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. അത് കഴിഞ്ഞിട്ട് വന്നത് ഇതിലും നല്ല വെറൈറ്റി ആയിട്ടൊരു സാധനമാണ്. അതായത് പോസ്കോ കേസിൽ പെട്ട 85-കാരൻ്റെ മൂക്കിടിച്ച് പരത്തിയ മോഷണ കേസ് പ്രതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ 85-കാരനെ മർദ്ദിക്കുന്നത് മർദ്ദനത്തിൽ പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പോക്സോ കേസ് പ്രതിക്ക് മോഷണ കേസ് പ്രതിയുടെ മർദ്ദനം. സഹതടവുകാരൻ പല്ലടിച്ചു കുഴിച്ചു. തനിക്കും പെൺമക്കൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പോക്സോ കേസുകൾ അല്ലെങ്കിൽ പീഡന കേസുകളിൽ ജയിലിൽ എത്തുന്നവരെ വളരെ മോശമായ രീതിയിലാണ് സാധാരണ നിലയിൽ എല്ലാ രീതികളിലും സഹതടവുകാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും കൈകാര്യം ചെയ്യുന്ന ചില സമയങ്ങളിലൊക്കെ അവർക്ക്. ഈ ന്യൂസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നാലും ഞാൻ 85 വയസ്സുള്ള ആൾക്കാർക്ക് പല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ഇല്ലാടിയാണ് കേട്ടോ. നല്ല കാലത്ത് നല്ല ആരോഗ്യത്തോടെയൊക്കെ പണിയെടുത്ത് വ്യായാമമൊക്കെ ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ആളായിരിക്കും. അതുകൊണ്ട് 85-ാം വയസ്സിൽ പല്ലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ഇടിച്ച് പൊളിക്കാനും മാത്രം. പക്ഷെ 85-ാം വയസ്സിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പിള്ളേരോടൊക്കെ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പോസ്കോ കേസ് ഇനിയിപ്പോൾ ഒറിജിനൽ കേസാണോ എന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞ പോലെ വ്യാജ കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പല ന്യൂസുകൾ കാണാറുണ്ട്, വ്യാജ കേസാണ്, കുടുംബസ്വത്തിന് വേണ്ടി പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും മോഷണ കേസ് പ്രതി ആൾ ഇത്തിരി സെറ്റപ്പായിരുന്നു. ജീവിക്കാൻ വേണ്ടി മോഷ്ടിക്കുന്ന ഒരു പാവം കള്ളനായിരുന്നു. ആ പുള്ളി പിടിച്ച് നല്ലൊരു കൊടുപ്പങ്ങ് കൊടുത്തു. ഇനി അടുത്ത ന്യൂസും ഇതുപോലെ ഒരു കുട്ടിയുടെ ന്യൂസാണ്. അതും നമുക്ക് ഇത്തിരി വിഷമം തരുന്നൊരു ന്യൂസാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ നാട്ടുകാർ കണ്ടിരിക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, അതും ഒന്ന് കണ്ടോളൂ. 6 മാസം മാത്രം പ്രായമായ കുട്ടിയുമായി ആനപ്പാപ്പാന്റെ സാഹസം. ആനയുടെ അടിയിലൂടെ കുട്ടിയുമായി നടന്നു. കൊമ്പിൽ ഇരുത്താൻ ശ്രമിക്കുന്നതിന്റെ കുട്ടി നിലത്തേക്ക് വീണു. 4 മാസം മുമ്പ് പാപ്പാനെ കുത്തിക്കൊന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദൻ എന്ന ആനയ്ക്ക് മുന്നിലായിരുന്നു അഭ്യാസ പ്രകടനം. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആനയുടെ താൽക്കാലിക പാപ്പാൻ കൊല്ലം കൊട്ടിയം സ്വദേശി അഭിലാഷിന്റേതാണ് കുട്ടി. കഴിഞ്ഞ ഞായറാഴ്ച ക്ഷേത്രത്തിൽ ചോറോട് കഴിഞ്ഞ് മടങ്ങും വഴിയാണ് അഭിലാഷ് കുഞ്ഞിനെ ആനയുടെ അരികിൽ എത്തിച്ചത്. പേടി മാറാൻ തുമ്പിക്കൈക്കിടയിലൂടെയും കാലുകൾക്കിടയിലൂടെയും കുഞ്ഞുമായി നടന്നു. കൊമ്പിൽ ഇരുത്താൻ ശ്രമിക്കുന്നതിനിടെ കുഞ്ഞ് ആനയുടെ കാലുകൾക്കിടയിലേക്ക് വീണു. എന്തൊരു അവസ്ഥയാന്ന് നോക്കിയേ. കയ്യിൽ നിന്നൊരു വത്തക്ക താഴെ വീണ കണക്കാണ് പുള്ളി പൊക്കിയെടുക്കുന്നത്. അത് ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചേ. അതിന് ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലാന്നാണ് അറിഞ്ഞത്. എങ്കിൽ പോലും ഈ ആചാരത്തിന്റെ പേരിൽ ശരി ആനയുടെ അടി കൂടി കൊണ്ടുപോക്കോ. പണ്ട് ആനവാൽ മോതിരിട്ടാൽ പേടിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ആനയുടെ അടിയിലൂടെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി പേടിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. വിശ്വാസങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ വിശ്വാസത്തിനൊന്നും എതിര് പറയുന്നില്ല. പക്ഷേ 3-4 മാസം മുമ്പ് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ അടി കൂടി തന്നെ പോകണോ? അതും പുതിയ പാപ്പാൻ. അവസ്ഥയല്ലേ ഇതൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞ ആൾക്കാർക്ക് വെളിവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കുറച്ചെങ്കിലും വെളിവുണ്ടെങ്കിൽ ഇമാതിരി പരിപാടിയൊന്നും കാണിക്കില്ല. ഇവനെയൊക്കെ അടിക്കണം പിടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ 2-3 ന്യൂസ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ശരി, എന്നാൽ.